പിന്നെ മീഡിയക്കാരെന്നെ അവഗണിക്കാൻ, ഞാൻ വളർത്തിക്കൊണ്ടെന്ന് മീഡിയക്കാരെന്നെ അവഗണിക്കാൻ തുടങ്ങി. ആ ഒരു സ്റ്റേജ് വന്നു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോ നിവൃത്തിയില്ലാതെ പെശന്റ് കട്ട കോപ്പില പോലെ അറിയാതെ ചെയ്താണ്. കാരണം മീഡിയക്കാരോട് ഒരു കാര്യം പറയാം, എന്തെങ്കിലും മാത്രമല്ല സിനിമാക്കാർ പറഞ്ഞു ആരാപ്പന്റെ പെരയുടെ വീഡിയോസ് എടുക്കണ്ടാവാ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? കാരണം നമുക്ക് റീച്ച് കൂടുതലാണ്. പിന്നെ വനിതാ തീരുന്ന നമ്മൾ പുറത്താക്കി, എല്ലാരും പുറത്താക്കി. നമ്മളെല്ലാരും പുറത്താക്കി. ടിക്കറ്റ് പോയി പടം കാണാമല്ലോ. നല്ല കട്ടിയാണല്ലേ. പക്ഷെ റിവ്യൂ എടുക്കാൻ അമേരിക്കക്കാർ വരുമ്പോൾ അവിടുത്തെ തിയേറ്റർ ആ തിയേറ്ററിനോട് എന്നോട് വലിയ ദേഷ്യമൊന്നുമില്ല. അത് സിനിമാക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ്. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോരതാണ്. പക്ഷെ അണ്ണൻ ചെയ്ത് കൂടിപ്പോയി എല്ലാം നമ്മൾ പറയുന്നില്ല. നമ്മുടെ ഐഡിയാസ് എല്ലാം ചോർന്നു പോയി. പറ്റിച്ച് ജീവിക്കുന്നവർ പോയി. സ്റ്റോക്കിന്റെ എല്ലാ ഐഡിയയും പോയപ്പോ ഇറക്കിയ ഒരു ഐഡിയ അത് ഭയങ്കര ഇതായി, അത് കൂടിപ്പോയി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയാം. കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അതൊക്കെ വേറെ ലെവലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിയാലോ. അപ്പൊ അതുകൊണ്ടൊരു കണ്ടന്റ് ദൈവത്തെ ഓർത്ത് അടിക്കരുത്. കാരണം വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പറയുന്നോണ്ടൊന്നും തോന്നരുത്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. എന്താ നീ സ്വയം നിയന്ത്രിക്കണം. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇല്ല എന്നുള്ള ചിന്തയാണ് ആരാധന നിങ്ങൾക്ക് സംഭവിച്ചത്. കേട്ട് ഞാൻ മടുത്തു. ഞാൻ ചാനലുകാരോട് പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. மறக்காம கீழே இருக்கிற பெல்ல ஒரு தட்டு. അപ്പൊ ശരി.